പതിറ്റാണ്ടു നീണ്ട പിണറായി കാലത്തിനൊടുവിൽ പാർട്ടി തോറ്റു. പ്രതിപക്ഷ നേതാവ് ആരെന്ന് തലപുകയ്ക്കേണ്ട പാകത്തിൽ പാർട്ടി തോറ്റു. തോറ്റെന്ന് തോന്നിപ്പിച്ച പിണറായി വിജയൻ ജയിച്ചു. 3 പേർ. കള്ളൻ എന്ന് വിളിച്ച കുഞ്ഞികൃഷ്ണനും പോളിംഗ് കേന്ദ്രത്തിൽ കൂവിത്തോൽപ്പിക്കാൻ നോക്കിയ TK ഗോവിന്ദനും ഒരു പരിഗണനയുമില്ല എന്ന് പാർട്ടി സെക്രട്ടറി പുച്ഛിച്ചു ചിരിച്ച G സുധാകരനും വാനോളം ജയിച്ചു നിന്നു. പഠിക്കുമെന്ന് പാർട്ടിയിൽ ചിലർ പറയുന്നു. വോട്ടിട്ടവൻ വിഡ്ഢി എന്ന ആശാനും വടിവത്ത ഭാഷയിൽ ഏറെക്കുറെ അങ്ങനെ തന്നെ സത്യാനന്തര കാലത്തെ ആശാനും എഴുതിയും പറഞ്ഞും വെച്ചു. മുച്ചൂടും മുടിഞ്ഞു പോയതിലെ കോൺട്രിബ്യൂഷൻ കണ്ടില്ലെന്ന് നടിക്കാനാകില്ലല്ലോ. കോൺഗ്രസിലെ വട്ടത്തിലും നീളത്തിലും ചർച്ച നടക്കുന്നുണ്ട്. ഇതുവരെ കെ മുരളീധരന്റെ ഭാഷയിൽ പറയിക്കാൻ പോന്നതൊന്നും ആരും പറഞ്ഞിട്ടില്ല. വലിയ ഉപകാരം. വോട്ടിട്ടവൻ വിധി എന്ന് പറഞ്ഞവർക്ക് അടി കാണാൻ കാത്തിരിക്കുന്നവർക്ക് പന്തലിട്ട് കൊടുക്കില്ലെന്ന് കരുതുന്നു. ജയിച്ചു, തോറ്റു, ഇനിയെന്ത്? കോൺഗ്രസിൽ നിന്ന് ശ്രീ റിജിൽ മാക്കുറ്റി, CPM-ൽ നിന്ന് ശ്രീ VPP മുസ്തഫ, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ റാഷിദ് CP എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ VPP മുസ്തഫ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ VPP മുസ്തഫ, സംസ്ഥാനത്ത് വോട്ടിട്ടവൻ വിഡ്ഢികളാണോ? നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞ വാചകം കൂടി ഒന്ന് പറയൂ മാധു. നിങ്ങൾ ഈ ഒരു വാചകം മാത്രം എടുത്ത് പറയരുത്. അപ്പോഴേ അദ്ദേഹം അങ്ങനെ ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. ഇതാ ഈ നിങ്ങൾ തിരഞ്ഞെടുത്തവർ, ഇപ്പോൾ വിജയിച്ചവർ, അവർക്കിടയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന അടി, അതിനെ തുടർന്ന് നാട്ടിലുണ്ടാകാൻ പോകുന്ന ഒരു അലോസരം, ഇതാണ് അദ്ദേഹം പറയുന്നത്. ആ 3 വാചകങ്ങളും കൂടി ചേർത്ത് വായിച്ചാൽ ജനങ്ങളെ അങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല എന്നുള്ളത് മനസ്സിലാകും. നമ്മളിങ്ങനെ ഒരു വാചകം മാത്രം എടുത്ത് വെച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണത്. VPP മുസ്തഫ, ആ വരിയുടെ പിന്നാലെ വന്നത് ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു പാർട്ടിക്ക് വോട്ടിട്ടവരെ മറ്റെന്ത് പറയാനെന്നാണല്ലോ MM മണി ചോദിക്കുന്നത്. നോക്കൂ, ആ പ്രശ്നങ്ങൾ മുഴുവനും കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നു. അത് മുഴുവൻ കണ്ടിട്ടും നിങ്ങൾക്കപ്പുറത്ത് ജനവിധി അവർക്ക് അനുകൂലമായെങ്കിൽ അതിനെ ബഹുമാനിക്കാൻ പഠിക്കണ്ടേ? അല്ല, അത് ഇന്നലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന തന്നെ വന്നില്ലേ? അതിന് പുറമെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞില്ലേ? ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? അതിനൊന്നും കാലതാമസം ഉണ്ടായിട്ടില്ലല്ലോ. ഇത് തിരിച്ചടിയാണ്, പരാജയമാണ്, അതിലെന്താ സംശയമുള്ളത്? ഞങ്ങളത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തും, തിരുത്തലുകൾ വരുത്തും, ഇത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതുകൊണ്ട് അക്കാര്യത്തിൽ ജനങ്ങൾ ഏൽപ്പിച്ച ഈ വിധിയെ അംഗീകരിക്കുന്നതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സവുമില്ല. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി രാജിക്കത്ത് കൊടുത്തി. ഈ രാജ്യത്ത് വേറെ സംസ്ഥാനത്ത് പരാജയപ്പെട്ടിട്ട് ഒരു മുഖ്യമന്ത്രി രാജിവെക്കാതെ ഇരിക്കുക, ഞാൻ രാജിവെക്കില്ല, ഈ പരാജയം അംഗീകരിക്കില്ല എന്ന് നിങ്ങളൊക്കെ ഒരു കാലത്ത് കൊണ്ടു നടന്ന വലിയ ജനാധിപത്യവാദിയായിട്ട് കൊണ്ടു നടന്ന ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ജനവിധിയെ അംഗീകരിച്ചു, അപ്പോൾ തന്നെ രാജിക്കത്ത് കൊടുത്തു. ആ ജനവിധി വലിയ തിരിച്ചടിയാണ്, ഞങ്ങൾക്ക് വലിയ പരാജയമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ തന്നെ പ്രസ്താവന ഇറക്കി. അതിനപ്പുറം പിന്നെ ഞങ്ങൾ എന്താണ് വല്ലാതെ ജനങ്ങളെ അപഹസിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ പരാജയം അംഗീകരിക്കാത്ത രീതിയിലോ നിൽക്കുന്നതെന്നുള്ളത്. പക്ഷേ വേറെ സംസ്ഥാനത്ത് നിങ്ങൾ നോക്കൂ, ഞങ്ങളെ തന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം വലിയ ജനാധിപത്യത്തിൻ്റെ നിലപാടിൻ്റെ രാജകുമാരിയായിട്ട് കൊണ്ടു നടന്നയാളാണ്. ഇപ്പോൾ എടുക്കുന്ന നിലപാടെന്താ? അപ്പൊ അതുമായിട്ട് കൂടി നിങ്ങൾ താരതമ്യം ചെയ്യും. അല്ല, ബംഗാളിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഇന്ന് സുവേന്ദു അധികാരി പറഞ്ഞ കാര്യങ്ങൾ അടക്കം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീ VPP മുസ്തഫ, വേണമെങ്കിൽ ചർച്ചയുടെ പുരോഗതിയിൽ അതിലേക്ക് വരികയും ചെയ്യാം. പക്ഷെ ഇവിടെ നോക്കൂ, അനർഹമായ പരാജയം എന്നാണ് M സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിന്റെ ആദ്യത്തെ വരി എന്നുള്ളത്. ഒരു പാർട്ടിക്ക് അനർഹമായ പരാജയം നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വിധിയെഴുത്തിൽ ജനങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നാണല്ലോ അതിന്റെ സ്വാഭാവികാർത്ഥം. ഈ പറയുന്ന MM മണി ഇതിനു മുൻപ് തദ്ദേശത്തിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ പറഞ്ഞത് എന്താണ്? വാങ്ങി സാപ്പിട്ടിട്ട് തിരിച്ചു കുത്തി എന്നൊരു പരാമർശം നടത്തിയില്ലേ? ഇതെങ്ങനെയാണ് ജനങ്ങളെ ഇങ്ങനെ അപഹസിക്കുക, എന്നിട്ടത് അപഹാസമല്ല എന്ന് പറയുക? ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ തിരിച്ചടിക്കുന്നുണ്ടെന്ന് ഒരു തോൽവിക്ക് ശേഷവും തിരിച്ചറിയുന്നില്ലേ? എന്ത് ന്യായീകരണമാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് CPM-നെ കുറ്റപ്പെടുത്തണം, CPM നേതാക്കളെ കുറ്റപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് വെറുതെ ഇങ്ങനെ വായിൽ തോന്നിയതെല്ലാം വെച്ച് പറയല്ല. എന്ത് ന്യായീകരണമാണ് ഈ തോൽവിയെക്കുറിച്ച് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്? ഇത് തോൽവിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അങ്ങയുടെ ആദ്യത്തെ ചോദ്യം ചോദിക്കുക, ഇത് തോൽവിയല്ല എന്ന് എങ്ങനെ പറയുന്നു ശ്രീ VPP മുസ്തഫ എന്നായിരിക്കും.
അങ്ങനെ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ചോദിക്കാത്തത്. പക്ഷേ കോൺഗ്രസിന് വോട്ടിട്ടവർ വിഡ്ഢികളാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ജനവിധി എഴുതിയവരെ അപഹസിക്കുകയല്ലേ അത്? എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കാൻ കഴിയാത്തത്? നോക്കൂ, അങ്ങനെയാണെങ്കിൽ 10 വർഷം മുമ്പും പിന്നീട് 5 വർഷം മുൻപും CPM അനുകൂലമായ വിധി എഴുതിയവർ വിഡ്ഢികളാണെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അല്ല, നിങ്ങൾ നോക്ക്, ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ ഈ സന്ദർഭത്തിൽ നടത്തിയ ഒരു വരി മാത്രം എടുത്ത് ചെയ്യല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മണിസഖാവ് പറഞ്ഞ വാചകം മണിസഖാവ് തിരുത്തിയിട്ടുണ്ട്. സമൂഹത്തിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നപ്പോൾ പാർട്ടി നേതൃത്വം തന്നെ അത് തള്ളി പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ പറയേണ്ടതായിരുന്നു. ശരി, അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയി, അതൊരു വികാര പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് വന്നു. പക്ഷെ അത് അദ്ദേഹം തന്നെ തിരുത്തിയതാണ്. എന്നാൽ ഇവിടെ താങ്കൾ തന്നെ ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും വാചകം ഞാൻ പറഞ്ഞപ്പോൾ ഉദ്ധരിച്ചു. കാര്യം മനസ്സിലായല്ലോ. അദ്ദേഹം അതാണ് പറയുന്നത്. കാരണം ഇങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരത്തിൻ്റെ പദവികൾക്ക് വേണ്ടി അടിപിടി കൂടുന്ന ഒരു പാർട്ടിയെ തെരഞ്ഞെടുത്തത് നമുക്കൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അത് ഈ സമൂഹത്തിൽ വലിയ നിലയിൽ നമുക്ക് രാഷ്ട്രീയക്കാരെ കുറിച്ച് ഒരു പരിഹാസ്യത ഉണ്ടാക്കും. ആ നിലയിലുള്ള ഒരു വാചകമാണത്. ഈ പറഞ്ഞത് മര്യാദ, ശ്രീ VPP മുസ്തഫ, ഈ പറയുന്നത് രാഷ്ട്രീയ മര്യാദ. പക്ഷെ വിഡ്ഢിപ്രയോഗം ഉണ്ടാകുമ്പോഴാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞപ്പോൾ ഞാനത് അതിന്റെ രണ്ടാമത്തെ വരി കൂടി പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആ വരികൾ മുഴുവനും ഞാൻ പറഞ്ഞ വരിയടക്കം ഹോൾഡ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് പോകുന്നത്. അങ്ങനെ അടർത്തിയെടുക്കുക എന്ന അജണ്ടയൊന്നും ആരോപിച്ച് കളയല്ലേ. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, ഇതിപ്പോൾ നോക്കൂ, VD സതീശൻ അല്പം മുമ്പ് എറണാകുളത്ത് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ബാഹുബലി സിനിമയിൽ പട്ടാഭിഷേകത്തിൻ്റെ സമയത്ത് ഉയരുന്ന കോറസ് പോലെ CM എന്നൊരു കോറസ് കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയും നേതാക്കളുടെ ഭാഗത്ത് കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും പറയിക്കുന്ന തരത്തിൽ, അത് കെ മുരളീധരന്റെ ഭാഷയാണ് കേട്ടോ, ആ നിലയ്ക്കുള്ള അവകാശവാദങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, വിഡ്ഢികളാണെന്ന് പറഞ്ഞ അപ്പുറത്തെ നേതാക്കളെ സാധൂകരിക്കും തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ പാർട്ടി തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പ് പാർട്ടിക്കുണ്ടോ? ശ്രീമതി മാധു, കേരളത്തിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDFനെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വിജയിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ രൂപത്തിലുള്ള പ്രചാരവേലകളും സർക്കാരിൻ്റേതായ രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള ക്യാമ്പയിനുകളും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഉൾപ്പെടെ LDF വീണ്ടും വരും, ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന ക്യാമ്പയിനും അതിൻ്റെ കൂടെ റിപ്പോർട്ടർ ചാനലും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ തന്നെ രാവും പകലും പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് 102 സീറ്റ് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളൊരു മുഖ്യമന്ത്രി ഉണ്ടാവും, അതിനകത്ത് യാതൊരു പ്രശ്നവും നിങ്ങൾക്കാർക്കും വേണ്ട, ഈ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചെങ്കിൽ ഞങ്ങൾക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അനുസരിച്ചുകൊണ്ട് തീർച്ചയായും പാർട്ടിയുടെ ദേശീയ നേതൃത്വം ബഹുമാന്യനായ KC വേണുഗോപാലും അതോടെ പ്രതിപക്ഷ നേതാവും ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നേതൃത്വം ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയുടെ അതിൻ്റേതായ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ പാർട്ടി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ കേരളത്തിനകത്ത് ഉണ്ടാകുമെന്ന് സംബന്ധിച്ച് തർക്കമില്ല. അപ്പം നിങ്ങൾക്ക് അതൊന്നും അതിനെപ്പറ്റി കോൺഗ്രസിനകത്ത് ആരും മുഖ്യമന്ത്രി ആവുന്നില്ല, നിങ്ങൾ ആരും വേവലാതിപ്പെടേണ്ട. ഇത്രകാലം വേവലാതിപ്പെട്ടല്ലോ. സംസ്ഥാനത്ത് സ്വാഭാവികമായും സംസ്ഥാനത്ത് അടുത്ത ജനവിധിക്ക് ശേഷം മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചിന്തകൾ ഒരു രാഷ്ട്രീയ സമൂഹത്തിന് അർഹതപ്പെട്ട ഒന്ന് തന്നെയാണ്. പിന്നെ ഞങ്ങൾ രാവും പകലും ജോലിയെടുത്ത് തന്നെ ജീവിക്കുന്നവരാണ്. ജോലിയെടുത്ത് ജീവിക്കുന്നവർ അത്ര ബുദ്ധിമുട്ടുള്ള ആളുകളല്ല. ഇതാ നോക്കൂ, ഈ അങ്ങിലേക്ക് വരുന്നതിന് മുൻപ് VPP മുസ്തഫ മാധ്യമപ്രവർത്തകരുടെ നിലപാടിനെ തന്നെയാണ് കുറ്റം പറഞ്ഞത്. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് CPMനെ വേട്ടയാടുന്നു, CPMനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ചീത്ത വിളിക്കുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷം കേട്ടവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. നിങ്ങൾക്കും ആ നിലയുണ്ട് എങ്കിൽ ഞങ്ങൾക്കത് അഭിമാനമാണ്. ഒന്നുമല്ലെങ്കിലും പണിയെടുത്തത് ആരുടെയും പന്തലല്ല എന്ന ബോധ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞതുണ്ട്. ശ്രീ റിജിൽ മാക്കുറ്റി, അത് ഞാൻ ശ്രീമതി മാധു ഞാൻ പറഞ്ഞത് കേരള ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ്. കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നടത്തിയിട്ടുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷനെ പോലും തെറ്റിച്ചുകൊണ്ടാണ് 102 സീറ്റിൽ ഞങ്ങൾ 100+ എന്ന് പറഞ്ഞപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മന്ത്രിമാർ പരാജയപ്പെടുമെന്ന് പറഞ്ഞാൽ മന്ത്രിമാർ പരാജയപ്പെട്ടാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി 2 ടേം ഭരിച്ച ധർമ്മടത്തെ പാറപ്പുറത്തെ പിണറായിയിൽ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ അതികായകനായ പിണറായി വിജയൻ 6 തവണയാണ് പിറകോട്ട് പോയത്. ധർമ്മടത്ത്, പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPMൻ്റെ ചെങ്കോട്ടയാണ് ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായത്. അത് കാസർഗോഡും തൃക്കരിപ്പൂരും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. കാസർഗോഡ് ഉദുമയും തൃക്കരിപ്പൂരും ഉൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെ CPMൻ്റെ കോട്ടകളെല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഉത്തര മലബാറിലെ CPMൻ്റെ ചെങ്കോട്ടകൾ തകർത്ത് ഞങ്ങൾ നേടിയിട്ടുള്ള വിജയം അത് ഇടതുപക്ഷത്തിനെതിരെയുള്ള വലിയ വിജയമാണ്.
നിങ്ങളുടെ ഒരു തരത്തിലുള്ള പ്രത്യേകിച്ച് അഭിപ്രായ സർവകളിലും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള മറ്റു തരത്തിലുള്ള വിശകലനങ്ങളിലും എല്ലാം നിങ്ങൾ പറഞ്ഞ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ടാണ് ഈ അത്യുജ്വലമായ വിജയത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. ഞങ്ങളെ ജയിപ്പിച്ച ജനങ്ങളാണ്. ആ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ ദാസന്മാരായി ഈ പറയുന്നത് പോലെ അണികളെ തിരുത്താൻ നേതൃത്വത്തെ അണികൾ എന്ന് പറയുന്നത് പോലെ അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവർക്കും ബാധകമാണെന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു അലോസരമില്ലാതെ എം മണിയെപ്പോലെ വായിക്ക് വെളിവില്ലാതെ എന്തു പറയുന്ന ആളെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല. അതൊക്കെ കേരള ജനങ്ങൾ കാണുന്നുണ്ട്. വായ തുറന്നാൽ വൃത്തികേട് മാത്രം പറയുന്ന എം മണിയുടെ വാക്കിനൊന്നും ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. കാരണം ജനങ്ങൾ വില കൽപ്പിച്ചിട്ടില്ല. ഇടുക്കിയൊക്കെ സമ്പൂർണ്ണമായി എം മണിയുടെ പാർട്ടിയെ അവിടുത്തെ ജനങ്ങൾ കുഴിച്ചു മൂടിയിരിക്കുകയാണ്. അത് യഥാർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും ഒരു പ്രശ്നവുമില്ല. കേരളത്തിലെ കോൺഗ്രസിനെ ജയിപ്പിച്ച ഒരാൾക്കും അവർക്ക് തലകുനിക്കേണ്ട സാഹചര്യം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല. കൃത്യമായി ഞങ്ങളുടെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പാർലമെൻറ്റ് പാർട്ടി, ഞങ്ങളുടെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ തീരുമാനിച്ച് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്നത് കോൺഗ്രസിന് അതാതു കാലങ്ങളിൽ രീതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇലക്ഷന് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിൽക്കാത്തവർ പിന്നീട് മുഖ്യമന്ത്രിയായ ചരിത്രമുണ്ട്. നിയമസഭാ കക്ഷി നേതാവായിരുന്നവർ തന്നെ മുഖ്യമന്ത്രി ആയ ചർച്ചകളുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും MLA-മാരുടെ പിന്തുണയുള്ളവർ പ്രതിപക്ഷ നേതാവാകാത്ത ചരിത്രമുണ്ട്. ഓരോ ഘട്ടത്തിലും കോൺഗ്രസിന് അതിൻ്റെതായ രീതികളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് രീതിയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഏതു രീതി എന്നൊരു ചോദ്യം തിരിച്ചുണ്ടാകുന്നത് സ്വാഭാവികമായും. പിന്നെ ആദ്യത്തെ ദിവസം അത്രമേൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ചോദിക്കുന്നു. രാഷ്ട്രീയ ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം എന്ന നിലയ്ക്ക് അതിനെ പരിഗണിച്ചാൽ മതി. അതും ഈ പറയുന്ന പോലെ അജണ്ടയുടെ ഒരു പന്തലിൽ തന്നെ വെക്കണം എന്നില്ല. ശ്രീ റിജിൽ മാക്കുറ്റി, അത്രമേൽ ദുഷ്ടബുദ്ധിയില്ല എന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ശരി, ഞാൻ വരാം. ശ്രീ ഷാബു പ്രസാദ്, 3 സീറ്റുകളിൽ വിജയം എന്നുള്ളതാണ് ഇന്ന് BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മാർത്ഥതയോടെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഘടകം. യഥാർത്ഥത്തിലുള്ള പ്രതിപക്ഷ സ്വരം ഇനി BJP-യുടേതായിരിക്കുമെന്നുള്ളതാണ് കെ സുരേന്ദ്രന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. അങ്ങനെയാകുമോ? ഇല്ല, തീർച്ചയായിട്ടും. അതായത് ഈ ഇരു മുന്നണികളോടും കേരളത്തിലെ ഒരു രാഷ്ട്രീയം നമുക്കറിയാമല്ലോ. BJP-ക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇപ്പോൾ 10-12% 16% വരെയൊക്കെ വോട്ടുണ്ടായിട്ടും നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതെ പോയത് എന്നതിന് വളരെ ക്ലിയറാണ്. കാര്യം അതിശക്തമായ 2 മുന്നണികളുടെ ഇടയിൽ പോളറൈസ്ഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണത്. അത് ഈ രണ്ട് മുന്നണികളുടെയും ഭാഗമാകാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പോലും കഴിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത്ര ശക്തമായ രീതിയിൽ ഒരു ആൻറ്റി പിണറായി, ആൻറ്റി ഗവൺമെൻറ്, ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ഈ 3 തരംഗങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്ന അതിശക്തമായൊരു സുനാമിയാണ് ഇവിടെ സംഭവിച്ചത്. അതിനിടയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് വളരെ വിജയകരമായിട്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷനും അവർക്ക് ചെയ്യാൻ സാധിച്ചു. അത് അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി കറക്റ്റായിരുന്നു. അവർ അതിൻ്റെ അകത്ത് വളരെ സക്സസ് ആയി. അത് ഇത്രയും ഘടകങ്ങളുടെ ഇടയിൽ കൂടെ BJP 3 പേരെ വിജയിപ്പിച്ചെടുത്തു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത്ര ശക്തമായിട്ട് കാര്യം കേരളത്തിൻ്റെ പൊളിറ്റിക്സ് അതാണ്, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതാണ്. അതുകൊണ്ട് തന്നെ അതും വിജയിച്ച് വന്നവരാരാണ്? വിജയിച്ച് വന്നവർ രാജീവ് ചന്ദ്രശേഖർ, V. മുരളീധരൻ, അതേപോലെ ഇവിടെ ചാത്തന്നൂരിൽ നിന്ന് വിജയിച്ച് വന്ന കാര്യം അവരൊക്കെ സീനിയറായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ശക്തമായ രീതിയിൽ തന്നെ നിയമസഭയിൽ അവർക്ക് കിട്ടുന്ന അവസരത്തിൽ രാഷ്ട്രീയവും ജനങ്ങളുടെ ഇഷ്യൂവും വളരെ ശക്തമായി അഗ്രസീവായിട്ട് തന്നെ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയും. ഇവിടെ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഘട്ടങ്ങളിൽ ഈ ഇരു മുന്നണികളും വളരെ ഓപ്പണായിട്ട് തന്നെ ഒത്തുകളിച്ചിട്ടുമുണ്ട്. മഞ്ചേശ്വരത്തും കാസർഗോഡും ഒക്കെ BJP പരാജയപ്പെട്ടതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ സത്യം പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. കാരണം ഇരു മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പോലും മഞ്ചേശ്വരത്തും കാസർഗോഡും CPM മുസ്ലിം ലീഗിന് വോട്ട് മറിച്ച് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. അവരുടെ ഡേറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറയും. ഇത്രയധികം പ്രതികൂല സാഹചര്യത്തിൽ സീനിയറായിട്ടുള്ള ഇമേജുള്ള പ്രതിച്ഛായയുള്ള 3 പേരാണ് നിയമസഭയിലെത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രസൻസ് നന്നായിട്ട് തന്നെ ഈ വിജയം നന്നായിട്ട് തന്നെ BJP ശക്തമായ ഒരു മത്സരം CPM-ഉം കോൺഗ്രസും തമ്മിലില്ല എന്നത് വ്യക്തമാണല്ലോ.
അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം ഇവിടെ നടക്കുന്ന മണ്ഡലമായിരുന്നു നേമം. അതുകൊണ്ടാണ് അവിടെ നേമത്ത് രാജീവ് ചന്ദ്രശേഖരന് ജയിക്കാൻ കഴിയുന്നത്. പക്ഷെ മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം CPM-ഉം കോൺഗ്രസും തമ്മിൽ, അല്ലെങ്കിൽ CPM-ഉം UDF-ഉം തമ്മിൽ അത്രമേൽ ശക്തമായ മത്സരമില്ല. അവർ ഇന്ത്യ മുന്നണിയല്ലേ, അവരങ്ങനെ ചിന്തിച്ചതിൽ തെറ്റ് പറയാനുണ്ടോ? നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പരിഹസിക്കുന്നതല്ലേ ആ മുന്നണി ഐക്യത്തെക്കുറിച്ച്? ഇല്ല, അല്ല, ഞാനതിന് തെറ്റ് പറഞ്ഞതല്ല മാധു. അതിനെ തെറ്റ് പറഞ്ഞതല്ല. അതവരുടെ നയമാണ്, അവരുടെ തന്ത്രമാണ്. ഒരു കാരണവശാലും CPM ജയിച്ചു, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ജയിച്ചോട്ടെ, എന്നാലും CPM ജയിക്കാൻ, അല്ല BJP ജയിക്കാൻ പാടില്ല എന്ന അവരുടെ തീരുമാനമാണത്. ഞാനതിനെ കുറ്റം പറയുകയല്ല ചെയ്തത്. ആ തീരുമാനം അവർ നടപ്പാക്കി. ഞാൻ പറഞ്ഞത് BJP ഈ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ 3 സീറ്റുകളിൽ വിജയിച്ചത് എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഇവിടെ BJPക്കെതിരാണ്. ഇവിടുത്തെ സാമൂഹ്യാവസ്ഥ, ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ, മാധ്യമങ്ങളുടെ സമീപനം എല്ലാം BJPക്കെതിരാണ്. ഇവിടെ എല്ലാം BJPക്ക് അനുകൂലമായ ഒരു ഘടകം പോലും ഇല്ല. എന്നിട്ടും ആ അവസ്ഥയിലും BJP ജയിച്ചു എന്നുള്ളത് 3 സീറ്റിൽ ജയിച്ചു എന്നുള്ളത് 5 സീറ്റിലെങ്കിലും ജയിക്കേണ്ടതായിരുന്നു. ജയിച്ചു എന്നുള്ളിടത്താണ് അവിടെ അതിന്റെ ആ വിജയത്തിന്റെ തിളക്കം ഇരിക്കുന്നത്. മാധു, ശരി, ശ്രീ CP രാഷ്ട്രീയ ഞാൻ അങ്ങേലേക്ക് വരാമേ. ഞാനവരെ കുറ്റം പറഞ്ഞൊന്നുമല്ല. ശരി, CP രാഷ്ട്രീയ ഞാൻ അങ്ങേലേക്ക് വരാൻ ഒരു ഇടവേള എടുക്കേണ്ടതുണ്ട്. ഈ ആദ്യ ഊഴം പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് 3 മുന്നണിയുടെയും വക്താക്കൾക്ക് മാധ്യമങ്ങളുടെ സമീപനത്തെക്കുറിച്ച് പരാതികളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പക്ഷമില്ല എന്ന് വിചാരിക്കുന്നു. ശ്രീ CP രാഷ്ട്രീയ, എനിക്ക് വളരെ കൗതുകമുള്ളൊരു കാര്യം കൂടിയാണ്. അതായത് എക്സിറ്റ് പോളിന്റെ ദിവസം ദേശീയ ഏജൻസികളുടെ എത്രയോ എക്സിറ്റ് പോളുകൾ വന്നിരിക്കുന്നു. 102-ന് പുറത്ത് എന്നൊരു സാഹചര്യം അത് CP രാഷിദിൻ്റെ പ്രഡിക്ഷനിലാണ് ഉണ്ടായത്. അങ്ങേക്ക് ഈ പറയുന്നത് പോലെ വലിയ സംവിധാനങ്ങളോ ആക്സസ് മൈ ഇന്ത്യ പോലെ ഒരു ഇന്നോവ കാറിൽ മിനിറ്റുകൾ വെച്ച് പറന്നു പോകാൻ കഴിയുന്ന സാഹചര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തണമെങ്കിൽ അത് സാങ്കേതികതയ്ക്കപ്പുറത്ത് ഒരു രാഷ്ട്രീയ ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള തികഞ്ഞ തിരിച്ചറിവ്. എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ തോൽക്കുമെന്ന്, UDF ഇങ്ങനെ വിജയിക്കുമെന്ന് അങ്ങ് കരുതിയത്? മാധു, എക്സിറ്റ് പോളുകൾക്ക് ആ ദിവസങ്ങളിലായിരുന്നില്ല. നമ്മുടെ എക്സിറ്റ് പോൾ വന്നത് നമ്മുടെ വോട്ടിംഗ് കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനടുത്ത്, കൗണ്ടിംഗ് ഡേ അടുത്തായിരുന്നു. ഞാൻ പ്രഡിക്ഷൻ നടത്തിയത് നമ്മുടെ നാട്ടിലെ വോട്ടിംഗ് കഴിഞ്ഞ ദിവസം ആ 9-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്നത്തെ സായാഹ്നത്തിലായിരുന്നു അത് എന്നുള്ളത് കൃത്യമായ ബോധ്യമാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി ഉള്ള ഒരു വിലയിരുത്തലുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നത്. എന്താണ് എന്നുള്ളതിൽ ഓരോ വിഷയത്തിലും നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടേതായ ഒരു ഫൈൻഡിങ്സ് ആണ്. അതിൽ ഇപ്പോൾ നടക്കുന്നത്, അന്നത്തെ 2021 തുടർഭരണം സംഭവിച്ചപ്പോൾ ജനം ആഗ്രഹിച്ച രീതിയിൽ ആ ഒരു മന്ത്രിസഭ പോലും അന്ന് ജനത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ശൈലജ ടീച്ചർ ഈ നാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ തരത്തിൽ ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ് സെറ്റായതിനു ശേഷം G. സുധാകരന് സ്ഥാനാർത്ഥിത്വം പോലും കിട്ടാതെ പോയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ കാണും പോലെ ജനം വോട്ട് കുത്തി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ താല്പര്യങ്ങളങ്ങ് നടപ്പിലാക്കി കളയാമെന്ന് വിചാരിച്ചാൽ ജനം എല്ലാം വരവ് വെക്കുന്നുണ്ട്. അതിൽ നിന്ന് പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ വിഷ്വൽസിൽ ഞാൻ കാണുകയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആവേശം ജനം സ്വീകരിക്കുന്നത്. ആ രീതിയിൽ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളങ്ങ് തീരുമാനിച്ച് കളയും എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഈ നാടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലം അനുഭവിപ്പിക്കും. നമ്മൾ ഈ വോട്ടിങ്ങിൽ അത് കണ്ടു. പയ്യന്നൂരിലും കണ്ണൂർ ജില്ലയിലും പലയിടങ്ങളിലും കോട്ടകൊത്തളങ്ങൾ തകർന്നു പോകുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് കോൺഗ്രസ് പഠിക്കേണ്ടത്, ഞാൻ ഈ VD സതീശൻ്റെയും MP ഗോവിന്ദൻ മാഷിൻ്റെയും ഒക്കെ ജാഥകളെ ഞാൻ എൻ്റെ സമീപത്തുള്ള 2-3 ജില്ലകൾ കൃത്യമായി പല പോക്കറ്റുകൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന് സമീപകാലത്ത് സംഭവിച്ചത് ഒരു വിഷയത്തിൽ കൃത്യമായ സ്റ്റാൻഡ് ഉണ്ടാവാറില്ല. ആഴകുഴമ്പൻ നിലപാടുകൾ സ്വീകരിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കൃത്യമായ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. പലർക്കും വിയോജിപ്പുകൾ ഉണ്ടാവാം, എന്നിരുന്നാലും സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡിന് 46% മനുഷ്യർ ഈ നാട്ടിൽ വോട്ട് കുത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായി VD സതീശൻ്റെ എഫേർട്ട് ഉണ്ട്. VD സതീശനെ അത് അങ്ങനെയാണ് സ്വാഭാവികമായ രാഷ്ട്രീയം രൂപപ്പെട്ടു വരിക. ആ തരത്തിൽ ഈ നാട് VD സതീശനോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം എളുപ്പത്തിൽ അങ്ങ് മാറ്റിക്കളയാം എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ കാണുമ്പോൾ ജനം കൃത്യമായി ഈ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷവും മനുഷ്യരോട് ഞാൻ സംസാരിക്കുന്നുണ്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകൾ അങ്ങേയറ്റം നിരാശരാണ്. എന്തുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് നാടിനോട് വാഗ്ദാനം ചെയ്യുമ്പോൾ അതിന് ആ മുന്നണിയുടെ മാത്രമല്ല ആ വ്യക്തി കൂടി കൊടുക്കുന്ന വാഗ്ദാനം
പ്രസ്ഥാനമാണ്. അത് തിരിച്ചറിയേണ്ട ബാധ്യത ആ രാഷ്ട്രീയ പാർട്ടിയുടെ MLA-മാരായി ജയിച്ചു വരുന്ന ആളുകൾക്ക് പോലും ഉണ്ട്. അവർ അവനവൻ്റെ ഗ്രൗണ്ട് കീപ്പ് ചെയ്ത് അവൻ്റെ എന്തുകൊണ്ട് ജയിച്ചു എന്നുള്ളത് തിരിച്ചറിയാതെ മറ്റ് താല്പര്യങ്ങളുടെ ഭാവിയിൽ രാഷ്ട്രീയം സേഫാക്കാം എന്നുള്ള താല്പര്യങ്ങളുടെ പുറത്ത് ആ അഭിപ്രായങ്ങൾ പറഞ്ഞ് ജനം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ്, ഒരു നായകത്വം ഈ നാടിന് മുന്നിലേക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ജനം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിനെ കുറിച്ചും എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ നാട്ടിൽ. അതുകൊണ്ട് തന്നെ കൃത്യമായി ജനത്തിൻ്റെ പൾസിനൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ നിന്നില്ലെങ്കിൽ ഒരു കോട്ട കൊത്തളങ്ങളും ഒരു ബൈ ഇലക്ഷൻസിലും ഒരാളും ഈ നാട്ടിൽ നിന്ന് ജയിക്കാൻ പോകുന്നില്ല. അത് കൃത്യമായി തിരിച്ചറിയേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ്. അദ്ദേഹത്തിന് കിട്ടിയ ആ പിന്തുണയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വീണ് കിടന്നിടത്ത് നിന്ന് ഉത്തേജിപ്പിച്ച് വന്ന ഒരു പാർട്ടിയാണ്. അതൊരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തിന് ഒരു പ്രതീക്ഷ നൽകിയിട്ടുണ്ട് VD സതീശനിലൂടെ. അത് ആ ബാധ്യത കോൺഗ്രസ് നിറവേറ്റുമോ എന്നുള്ള ഒരു ഭാഗം. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM നമ്മുടെ നാട്ടിൽ എങ്ങനെ തോറ്റുപോയി എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു രാഷ്ട്രീയം പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് സമീപകാലത്ത് ആ പാർട്ടിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ പല വിഷയങ്ങളിലും മറുപടികൾ കേൾക്കുമ്പോൾ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവട്ടെ, അതിൻ്റെ ഉന്നത നേതൃത്വ നിരയിലുള്ള ആളുകളാവട്ടെ, ആ മറുപടികൾ കേൾക്കുമ്പോൾ മനുഷ്യരെ ചിരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആയിരുന്നില്ല ആ രാഷ്ട്രീയം ഈ നാട് പ്രതീക്ഷിച്ചത്. നാടിൻ്റെ പ്രശ്നങ്ങളോട് സത്യസന്ധമായ പ്രതികരണങ്ങൾ, വീഴ്ചകൾ ആ രീതിയിൽ സമ്മതിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ ഇഷ്ടം നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ ഈ നാട്ടിൽ പ്രിയപ്പെട്ട ഏറെ സഖാക്കൾ സുഹൃത്തുക്കളായുള്ള എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ മാത്രമല്ല, ആ രാഷ്ട്രീയം ആകെ ഒരു പ്രതിസന്ധിയിലാണ്. ആ മനുഷ്യരല്ല, ആ പ്രസ്ഥാനത്തിൻ്റെ ചെങ്കൊടി പോലും കണ്ണീരണിയുന്ന ഒരു റിസൾട്ട് ഈ നാട്ടിന് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ജനഹിതം തിരിച്ചറിയുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും രാഷ്ട്രീയ നേതാവിൻ്റെയും ബാധ്യതയാണ്. അത് തിരിച്ചറിയാതെ ഒരു രാഷ്ട്രീയത്തിനും ഈ നാട്ടിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ, ശ്രീ VP മുസ്തഫ, ഇപ്പം ഞാൻ ഇന്നലെ മുഴുവനും ഈ ഇലക്ഷൻ റിസൾട്ട് തുടങ്ങുന്നത് മുതൽ, തപാൽ വോട്ട് എണ്ണി തുടങ്ങുന്നത് മുതൽ ഏതാണ്ട് മണിക്കൂറുകൾ ഞങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗമായി അത് സശ്രദ്ധം വീക്ഷിച്ച ഒരാളാണ്. അതിൽ 6 റൗണ്ട് ധർമ്മടത്ത് പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരക്കണക്കിന് വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ധർമ്മടത്താണ്. ഞാൻ വിവരിച്ചു തരേണ്ടതില്ലല്ലോ എന്താണ് പാർട്ടി അവിടെ എന്നുള്ളത്. നോക്കൂ, പാർട്ടി കോട്ടയിലുണ്ടായ വിമത ശബ്ദങ്ങളെ ഇങ്ങനെ പുച്ഛിച്ചും പരിഹസിച്ചും, അതുപോലെ തന്നെ കരുതാവുന്ന മണ്ണാണല്ലോ അമ്പലപ്പുഴയിലേതും. അങ്ങനെ പുച്ഛിച്ചും പരിഹസിച്ചും ഇല്ലാതാക്കാൻ കഴിയും. കള്ളൻ എന്ന് വിളിച്ചും സ്ഥാനമോഹി എന്ന് വിളിച്ചും വർഗവഞ്ചകൻ എന്ന് വിളിച്ചും ഇല്ലാതാക്കി കളയാൻ കഴിയുന്നതാണ് എന്ന ഒരു ചിന്ത ഉണ്ടായിടത്ത് പിഴച്ചുപോയോ? പാർട്ടിയിൽ സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രവർത്തിക്കുന്ന ഏത് പാർട്ടിയിലും സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടാകും. സഖാവ് EMS തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, മാധു, ഗർഭസ്ഥ ശിശുവിനും മൃതശരീരത്തിനും ഒഴികെ ജീവനുള്ള പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പിശകുകൾ സംഭവിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ കാണേണ്ടത് എന്താ? വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ ചില സംഘടനാ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷം അദ്ദേഹം കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടി ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും എല്ലാം വിശദമായി അദ്ദേഹത്തിൻ്റെ തന്നെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേട്ട് ചർച്ചകൾ നടത്തി. അങ്ങനെ പരിഹരിക്കാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. പാർട്ടിക്കൊരു സംഘടനാ രീതി അനുസരിച്ച് അത് പരിഹരിക്കാനാണല്ലോ ശ്രമിക്കുക. അതാണ് ചെയ്തത്. ഗോവിന്ദ മാഷോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ അദ്ദേഹം ആ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് വിയോജിപ്പൊന്നും പറയാതെ പുറത്തുപോയി അദ്ദേഹം ശബ്ദം. അപ്പോഴും പാർട്ടി ചെയ്ത് എന്താ? പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയർന്ന നേതാക്കൾ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. EP ജയരാജനും MV ജയരാജനും എല്ലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ സഖാവ് ഗോവിന്ദ മാഷെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശ്നം തീർക്കാനാണ് ശ്രമിച്ചത്. സഖാവ് G സുധാകരനോട് സംസാരിക്കുന്നതിന് വേണ്ടി ഗോവിന്ദ മാഷ് സംസ്ഥാന സെക്രട്ടറി തന്നെ ആലപ്പുഴയിൽ പോയി. പക്ഷെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയെ കാണാൻ തയ്യാറായില്ല. അവിടുത്തെ പാർട്ടി നേതാക്കൾ സഖാവ് CS സുജാതയും അവിടുത്തെ ജില്ലാ സെക്രട്ടറി സഖാവ് R നാസറും എല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ഇങ്ങനെയെല്ലാം ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തുകൊണ്ടോ അവർ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരമൊരു സമീപനത്തിന് തയ്യാറായില്ല. അവർ പാർട്ടി വിട്ടുപോകുന്ന അവസ്ഥ വന്നപ്പോഴാണ് പാർട്ടി തള്ളി പറഞ്ഞിട്ടുള്ളത്. അതിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി തള്ളി പറയുമ്പോഴുള്ള ചില പരുഷമായ പ്രയോഗങ്ങൾ അതാരായാലും വന്നു പോകാവുന്നത് വന്നിട്ടുണ്ട് എന്നല്ലാതെ നിങ്ങൾ കാണുന്ന പോലെ അവർ പോകുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പാർട്ടി വിടുകയല്ല ചെയ്തത്. ഉറച്ചു നിൽക്കുന്ന അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് അതിൽ പിഴവുള്ളത് കൊണ്ടല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന പ്രദേശമാണ് തളിപ്പറമ്പ്. അവിടെയുള്ള ഓരോ വീട്ടിലേതും കേഡർ വോട്ടുകളാണ്.
പയ്യന്നൂരിലെ വോട്ടുകൾ അത് കേഡർ വോട്ടുകളാണ് ഓരോയിടത്തും, അതായത് പാർട്ടി വോട്ടുകളാണ് മാറ്റിക്കുത്തപ്പെട്ടത് എന്നുള്ളതാണ്. പിന്നെ CS സുജാത പോയി, H സലാം പോയി, പാർട്ടി സെക്രട്ടറി പോകാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അതിനു മുൻപ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിന്ന് ഒരു പരിഗണനയും ഇല്ല എന്ന് പറഞ്ഞ പുച്ഛിച്ച് ചരിച്ച പാർട്ടി സെക്രട്ടറി കൂടി കണ്ടുവല്ലോ G സുധാകരൻ. എങ്ങനെ സാധിക്കും പിന്നെ? അതിന് ശേഷമാണ് പോയത്, അതുകൂടിയുണ്ട്. അല്ല പിന്നെ പ്രശ്നമാണ്. ഞാൻ അതിനൊന്നും വേറെ രീതി പറയില്ല. അതിൻ്റെ എല്ലാം പരിശോധനകൾ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോഴുണ്ടായ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടോ? നാളെ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. തുടർന്ന് ഞങ്ങളുടെ എല്ലാ കമ്മിറ്റികളും ചേർന്ന് സമഗ്രവും വിശദവുമായ പരിശോധന നടത്തി ആ കാര്യങ്ങൾ പാർട്ടിയിലും ജനങ്ങളോടും പാർട്ടി പറയും. അതിലൊന്നും തർക്കമില്ല. അപ്പോൾ ഈ മാധു പറഞ്ഞതുപോലെ ഈ വിഷയങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്തതിൽ എന്താണ് പോരായ്മകൾ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം വരും. അതുപോലെ തിരിച്ചടിയെ സംബന്ധിച്ചും താങ്കളിവിടെ സൂചിപ്പിച്ച പോലെ തളിപ്പറമ്പും തൃക്കരിപ്പൂരും പയ്യന്നൂരും എല്ലാം ഉൾപ്പെടെയുള്ള വലിയ പരാജയങ്ങൾ പാർട്ടി അതെല്ലാം ഗൗരവമായിട്ട് കാണും. എന്തുകൊണ്ട് പാർട്ടി കോട്ടയിൽ പാർട്ടിയുടെ ഉറച്ച വോട്ടുകൾക്ക് ചോർച്ചയുണ്ടായി? ഇത് ഞങ്ങൾ 2019 നോക്കിയിട്ടുണ്ട് മാധു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് ഞങ്ങൾ ഒതുങ്ങി വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ നിങ്ങൾ ഓർമ്മിക്കും, ഞങ്ങൾ അന്ന് ഇതുപോലെ പരിശോധന നടത്തുകയും അതിവേഗം തിരിച്ചു വന്നു. 2019 ഏപ്രിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾക്ക് പരാജയമുണ്ടായത്. അത് കഴിഞ്ഞ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയ UDFന്റെ സിറ്റിംഗ് MLA മാരുണ്ടായിരുന്ന 6 നിയമസഭാ മണ്ഡലങ്ങളിൽ ബൈ ഇലക്ഷൻ വന്നപ്പോൾ അതിവേഗം ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. 6ൽ 5 ഞങ്ങളാണ് ജയിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ തിരുത്തിയാൽ ജനം ഞങ്ങളെ സ്വീകരിക്കും എന്നുള്ളത് അനുഭവമാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് കേൾക്കുമ്പോൾ മാധു, അതുകൊണ്ടാണ് ഞങ്ങൾ മാധ്യമങ്ങളുടെ ചില സമീപനത്തെ വിമർശിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ അവതരണത്തിൻ്റെ ഒരു ശൈലി 2 ദിവസമായിട്ട് എന്താ, CPM മാത്രമാണ് കോട്ടകളിൽ തോറ്റുപോയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ഉറച്ച കോട്ടകളിൽ തോറ്റുപോയിട്ടില്ല. കുറ്റിപ്പുറത്ത് സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടി KT ജലീലിനോട് തോറ്റില്ലേ? മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ലീഗ് ഏണി ചിഹ്നം കാണിച്ചാൽ മതി, സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിലേ വരണ്ട. പാട്ടുംപാടി ലക്ഷക്കണക്കിന് വോട്ടുകൾ ജയിച്ചു പോയിരുന്നിടത്തല്ലേ സഖാവ് TK ഹംസ ജയിച്ചു പാർലമെന്റിനകത്തേക്ക് പോയത്. തമനൂരിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ജയിച്ചു വന്നില്ലേ? താനൂരിൽ ലീഗ് മാത്രം നാളിതുവരെ ജയിച്ചു വന്ന മണ്ഡലത്തിലല്ലേ 2 തവണ സഖാവ് V അബ്ദുൾ റഹ്മാൻ ജയിച്ചു വന്നത്? കണ്ണൂർ മണ്ഡലം കോൺഗ്രസിന്റെ കുത്തകയായ മണ്ഡലമല്ലേ? അവിടെയല്ലേ കഴിഞ്ഞ 2 തവണ സഖാവ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ജയിച്ചു വന്നിട്ടുള്ളത്? ഉദുമ ഞങ്ങൾ ജയിച്ചു തുടങ്ങുന്നതിന് മുമ്പേ തുടർച്ചയായിട്ട് കോൺഗ്രസ് ജയിച്ചു വന്നിരുന്ന മണ്ഡല. KP കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന പയ്യന്നൂർ സ്വദേശിയായ കാസർഗോഡ് DCC പ്രസിഡന്റ് ഉൾപ്പെടെ ജയിച്ചു വന്നിരുന്ന മണ്ഡല. അവിടെ പിന്നെ തുടർച്ചയായിട്ട് ഞങ്ങൾ ജയിച്ചു വന്നതാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ CPM മാത്രം ആദ്യം കോട്ടകളിൽ തോറ്റുപോവുകയല്ല. അല്ല ശ്രീ VPP മുസ്തഫ, പാർട്ടി കോട്ടയിൽ തോറ്റു എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങ് ശ്രദ്ധിക്കാനിട്ടാണ്. പാർട്ടി കോട്ടയിലും തോറ്റു എന്നാണ്, ബാക്കി അടപടലും തോറ്റല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇത് 2021 UDF അടപടലം തോറ്റില്ലേ? അന്നല്ലേ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ 4ഓ 5ഓ സീറ്റുകളിൽ ജയിച്ചു വന്നത്. ഇപ്പൊ നിങ്ങളെല്ലാം തൂത്തുവാരി എന്ന് പറയുന്ന ജില്ലകളിൽ, ഈ പത്തനംതിട്ട ജില്ലയിൽ അന്ന് ഞങ്ങളെല്ലാം തൂത്തുവാരികയായിരുന്നില്ലേ? ആലപ്പുഴ ജില്ലയിൽ ഒന്നൊഴികെ എല്ലാം ഞങ്ങൾ തൂത്തുവാരികയായിരുന്നില്ലേ? കൊല്ലം ജില്ലയിൽ മുഴുവനും ഞങ്ങളന്ന് തൂത്തുവാരികയായിരുന്നില്ലേ ഒന്നൊഴികെ? അപ്പൊ ഇത് 2025 വർഷം മുമ്പ് LDF ഇതുപോലെ ജയിച്ചിട്ടുണ്ട്. പല ജില്ലകളും ഞങ്ങൾ തൂത്തുവാരിയിട്ടുണ്ട്. ഇവിടെ ഉദുമയും തൃക്കേപ്പൂരും പറഞ്ഞ 39 വർഷമായി കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിന് MLA ഉണ്ടായിട്ടില്ല. അവിടെ ഇത്തവണ അവർക്ക് ഉണ്ടായി 2 എണ്ണം. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ചരിത്രം ഇല്ലാതാകുന്നില്ലല്ലോ. ഇത്തവണ CPM തോറ്റു, കോൺഗ്രസ് ജയിച്ചു, അതുകൊണ്ട് ഇന്നലത്തെ ചരിത്രം ഇല്ലാതാകുമോ? അതുകൊണ്ടാണ് അത്തരം താരതമ്യം നടത്താതെ CPM മാത്രം എന്തോ വലിയ ജനശിക്ഷയ്ക്ക് വിധേയമായിട്ടുണ്ട്, ഇതിനു മുമ്പ് ഒരു പാർട്ടികളും ഇങ്ങനെ ലീഗ് വലിയ അടിത്തറയുള്ള ഒരു, അതായത് ഇത്രയധികം മണ്ഡലങ്ങളിൽ വലിയ അടിത്തറയുള്ള രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. പക്ഷെ ലീഗ് ഒരു ഘടകകക്ഷിയാണ്, ഒരു മുന്നണിയിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി, ഒരു മുന്നണിയെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കല്ല ലീഗ് സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ളത്. ലീഗിന്റെ മണ്ഡലങ്ങളിൽ ലീഗ് തോറ്റിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ലീഗിന്റെ ഈ പറയുന്ന എണ്ണത്തെ, ലീഗിന്റെ കുത്തക മണ്ഡലങ്ങളിലെ എണ്ണത്തെ സാരമായി ബാധിക്കുന്ന തരത്തില്ല. ശരിയാണ്, TK ഹംസ ജയിച്ചപ്പോൾ അവിടെ വലിയ അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ മണ്ഡലങ്ങളിലെല്ലാം സവിശേഷ സാഹചര്യം അവിടെയുണ്ട്. പക്ഷെ നോക്കൂ, നിങ്ങൾക്ക് ഈ തോൽവി ഒരു പ്രശ്നമല്ല എന്ന് തോന്നുകയാണെങ്കിൽ സത്യമായും എനിക്കോ മറ്റാർക്കോ അതിലൊരു പ്രശ്നമില്ല, അവിടെ ഒരു വീഴ്ചയുണ്ടായതിൻ്റെ പേരിലല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അത് മറ്റാർക്കും വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയൂ ശ്രീ VPP മുസ്തഫ. മാധു, നിങ്ങൾ എന്താ ഈ പറയുന്നത്, തേച്ചും കേൾക്കാത്ത രീതിയിൽ പറയുന്നത്? ഞാൻ ഈ 2ാം ഭാഗം പറയുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ മറ്റു പാർട്ടികളും അവരുടെ കോട്ടകളിൽ തോറ്റുപോയിട്ടുണ്ട് എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് ഞാനെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് വലിയ തോൽവി ഉണ്ടായിരിക്കുന്നു,
ആദ്യത്തെ സ്ലോട്ടിൽ നിങ്ങൾ എനിക്ക് അനുവദിച്ചപ്പോഴും പറഞ്ഞത് എന്താ, ഞങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ഇന്നലെ പ്രസ്താവനയിൽ അധികം വൈകാതെ തന്നെ പറഞ്ഞിരിക്കുന്നു, കാത്തു നിൽക്കാതെ തന്നെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഈ തിരിച്ചടിയെ ഒരു കാരണവശാലും വേറെന്തെങ്കിലും പറഞ്ഞിട്ട് ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. വലിയ പരാജയമാണ്. ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റത്തിന് വലിയ പ്രയാസകരമായ അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കൃത്യമായി പരിശോധിച്ച് പരിഹരിച്ചു പോകാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. താങ്കൾ പരാമർശിച്ച സഖാവ് എം സ്വരാജിന്റെ വീഡിയോകൾ തന്നെ ഉണ്ടല്ലോ. താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു വരി പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട്, അതുകൂടി നിങ്ങൾ കേൾക്കൂ. എന്താ അതിലൊക്കെ സഖാവ് എം സ്വരാജ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾക്ക് വലിയ തോൽവി വന്നിരിക്കുന്നു, ജനങ്ങൾ വലിയ നിലയിൽ ഞങ്ങളെ അവിശ്വസിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഞങ്ങൾ പരിശോധിക്കും, തിരുത്തും. ഞാൻ അതാ പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചടി കിട്ടിയപ്പോൾ 2019 ഞങ്ങൾ അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. അത് പഴയ ചരിത്രമല്ല, സമീപ ഭൂതകാലത്തെ ചരിത്രമാണ്. അതുകൊണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും അതുകൊണ്ട് ഒരു തരിമ്പും ഞാൻ ഇത് പരാജയമല്ലാന്നോ തോൽവിയല്ലാന്നോ പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പറഞ്ഞതെന്താ, നിങ്ങൾ CPM മാത്രമാണ് തോറ്റിരിക്കുന്നത് എന്ന് പറയുമ്പോഴുള്ള മാധ്യമ പ്രവർത്തനത്തെയാണ് വിമർശിക്കുന്നത്, നിങ്ങളുടെ തൊഴിൽ സ്വാതന്ത്ര്യത്തെയല്ല. ശരി, അല്ല, ഞാൻ CPM തോറ്റതിനെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചയിൽ എനിക്ക് അതിന്റെ ആ കാര്യം മാത്രമല്ലേ ഉന്നയിക്കാൻ കഴിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് 22 സീറ്റിൽ വിജയിച്ച ലീഗിന്റെ തോൽവിയെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് UDF മുന്നണിയെ ആകെപ്പാടെ പറയാൻ കഴിയില്ല, 102 സീറ്റിൽ വിജയിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമ്മളൊരു ചർച്ചയിൽ നടത്തുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അതങ്ങ് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും, കോൺഗ്രസിന് അതിൻ്റെതായ രീതിയുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. അതൊക്കെ ജനാധിപത്യം എന്ന നിലയ്ക്ക്, ഒരു പാർട്ടിയുടെ ആഭ്യന്തരകാര്യം എന്ന നിലയ്ക്ക് അനുവദിച്ചു തരേണ്ടതുമാണ്. ഇത് പുറത്തേക്ക് വരുന്നത് മുഴുവനും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന്, ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് ഒക്കെ തന്നെയാണ്. അല്പം മുമ്പ് നമ്മൾ കണ്ട കാഴ്ച എന്താണ്? VD സതീശൻ എറണാകുളത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിക്കുന്നത് VD സതീശൻ നേതാവേ എന്നല്ല, CM എന്നാണ്. അപ്പോൾ പാർട്ടിയുടെ അണികൾക്ക് DCC തയ്യാറാക്കിയ DCC നേതൃത്വം നൽകുന്ന സ്വീകരണ യോഗത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ സംബന്ധിച്ച് ധാരണയില്ലെങ്കിൽ മറ്റുള്ളവർ ചോദിക്കുന്നതാണോ റിജിൽ കുഴപ്പം? ശ്രീമതി മാധു, ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ടീം UDF, ആ ടീം UDF നേടിയിട്ടുള്ള ഒരു വിജയമാണ്. തീർച്ചയായിട്ടും ആ വിജയത്തിൻ്റെ മുമ്പിൽ നിന്ന് അതിനകത്ത് പ്രതിപക്ഷ എന്ന നേതാവ് എന്നല്ലേ അദ്ദേഹത്തിൻ്റെ റോളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഇപ്പോൾ നേതാക്കന്മാർക്ക് ഇത്രയും വലിയ 102 സീറ്റിൽ ജയിച്ച് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് വരും പ്രവർത്തകന്മാർ സ്വീകരണം കൊടുത്ത് എല്ലാ നേതാക്കന്മാർക്കും കൊടുക്കുന്നതാണ്. അത് വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് എന്താ പ്രശ്നം? VD സതീശൻ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിലേക്ക് തീരുമാനമുണ്ട്. റിജിൽ മാക്കുറ്റിയും കണ്ടാൽ ഇതിൽ മറ്റുള്ളവർക്കൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് റിജിൽ ചോദിച്ചെടുത്താണ് ഞാനത് തിരിച്ചു ചോദിച്ചത്. ഈ മുഴുവൻ സംഭവങ്ങളും, മുഴുവൻ പ്രതികരണങ്ങളും കോൺഗ്രസിന്റെ ഈ പറയുന്ന സംഘടനാ സംവിധാനത്തിൽ നിന്നാണ് പുറത്തു വന്നത്. മറ്റുള്ളവർ അതിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് നൽകിയത്? നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും മാധ്യമ പ്രതികരണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങളിലൂടെയും ഒക്കെ ഈ വിവരം പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് CPMകാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവനും നോക്കൂ ജയിച്ചാൽ അടിയാണ് കാണാൻ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത്, ഇപ്പോഴും അത് ആവർത്തിക്കുന്നത്. എന്നിട്ട് അത് ആ കുറ്റം മുഴുവൻ നിങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തെങ്ങനെയാണ് കൊണ്ടുപോയി വെക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ശ്രീമതി മാധു, ഈ പറയുന്ന ശ്രീ VD സതീശനായാലും ശ്രീ KC വേണുഗോപാലായാലും ശ്രീ രമേശ് ചെന്നിത്തലയായാലും അവരെന്തെങ്കിലും അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് ഈ ദിവസം വരെ? അതെ, ശ്രീ VD സതീശനും ശ്രീ KC വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തലയും എന്താണോ ആ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അത് പാർട്ടിയുടെ നയം, പാർട്ടി അതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ സംഘടനാപരമായ രീതി അനുസരിച്ച് അത് തിരഞ്ഞെടുക്കപ്പെടും എന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ല. നിങ്ങൾക്ക് പ്രശ്നം വേണ്ടെന്നേ. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓവർ ടൈം പണിയെടുത്തവരാണ്. പ്രത്യേകിച്ച് ഈ LDFന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ. ഇപ്പോൾ റാഷിദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ റാഷിദിനൊരു മെക്കാനിസം ഇല്ലാതെ അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടു എന്ത് കേരളത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഈ 14 ജില്ലയിലും ഈ റിപ്പോർട്ടർമാർ സഹകരണ സംവിധാനം ഉണ്ടായിട്ടും നിങ്ങളുടെ വിശകലനത്തിൽ നിങ്ങൾ എന്താ പറയുക? അപ്പോൾ നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. നിങ്ങൾക്കാണ് ഞങ്ങളുടെ വിശകലനത്തിൽ ഞങ്ങൾ ഒരു സർവേ നടത്തിയിട്ടില്ല എന്നെങ്കിലും അങ്ങ് മനസ്സിലാക്കും. ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പോളാണ് നടത്തിയത്, ഇലക്ഷൻ പോളാണ് നടത്തിയത്, സർവേ നടത്തിയിട്ടില്ല. വസ്തുതാപരമായ തെറ്റാണ്. റിപ്പോർട്ടർ ചാനൽ ഇലക്ഷനിൽ സർവേ നടത്തിയിട്ടില്ല. അങ്ങ് വസ്തുതകൾക്ക് വിരുദ്ധമായി സംസാരിക്കാതെ. ഒരു മിനിറ്റ്, റിജിൽ മാക്കുറ്റി, അങ്ങ് പറയുന്നത് തെറ്റാണ്. ഇവിടെ സർവേ നടന്നിട്ടില്ല, അതൊരു ഇലക്ഷൻ പോളാണ്. അതിന് ഒരു സൈറ്റ് സെറ്റ് ചെയ്യുകയും അതിൽ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയുമാണ് ചെയ്തത്.
അതെങ്ങനെയാണ് സർവേ എന്ന് വ്യാഖ്യാനിക്കുകയും ഞങ്ങളുടെ സർവേയിൽ ഞങ്ങൾ LDF-ന് മുൻതൂക്കം കൊടുത്തു എന്ന് പറയുകയും ചെയ്യുന്നത്? സർവേ തന്നെ ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. റാഷിദ്, നിങ്ങൾ ചോദിച്ചു, റാഷിദിന് ഒരു സംവിധാനവുമില്ലാതെ റാഷിദ് ജനങ്ങളുടെ പൾസ് കണ്ട് അദ്ദേഹത്തിൻ്റെ കൃത്യമായ വിലയിരുത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ മാധ്യമപ്രവർത്തകന്മാർ എല്ലാവരും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ, അവരുടെ ഒപ്പീനിയൻ സ്വീകരിക്കുന്നവരാണോ? ഞങ്ങൾ ഈ ഇലക്ഷന്റെ സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമായ തരംഗമാണ് സംസ്ഥാനത്തുള്ളത് എന്ന് പറയണമെന്നാണോ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി ഈ ഗതിയിൽ വാദിക്കുന്ന അങ്ങയുടെ ആവശ്യം? അല്ല, നിങ്ങൾ തരംഗം എന്ന് പറയണ്ട. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മിസ്റ്റർ മാധു പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ ചാനലിൽ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതൊക്കെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മീഡിയ എഡിറ്റേഴ്സ് ആണെങ്കിൽ അതിലെല്ലാ വാദവും ഉണ്ടായിട്ടുണ്ട്. അതിൽ CPM-ന് അനുകൂലമായ സാധ്യതകളെയും കോൺഗ്രസിന് അനുകൂലമായ സാധ്യതകളെയും ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. വസ്തുതാവിരുദ്ധമായ വാദങ്ങൾ ഉന്നയിക്കരുത്. ഒന്നങ്ങ് പറഞ്ഞു ഇവിടെ സർവേ നടന്നു. ഇവിടെ സർവേ നടന്നിട്ടില്ല. ഇവിടെ ഇലക്ഷൻ പോലാണ് നടന്നത്. മറ്റൊന്ന്, നിങ്ങളുടെ ചാനലിലിരുന്ന് ആളുകൾ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങേക്ക് പറയാമോ, ഈ ഇവിടെ മീഡിയ എഡിറ്റേഴ്സിൽ ഇരുന്ന CPM-ന് അനുകൂലമായ വാദങ്ങളോ CPM-ന്റെ സാധ്യതകളെ കുറിച്ച് മാത്രമാണോ ചർച്ച ചെയ്തതെന്ന്? അങ്ങനെ പറയാമെങ്കിൽ ശരി, അങ്ങ് പറയൂ. അങ്ങനെ മാത്രമാണോ ഇവിടെ ചർച്ച നടന്നത്? ആ നിലയ്ക്കുള്ള ഏകപക്ഷമായ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ജയിച്ചു നിൽക്കുമ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കരുത്. അത് ശരിയല്ല. അങ്ങനെ ജയിച്ചു നിൽക്കുമ്പോൾ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. തുടർഭരണം ഉണ്ടായപ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ് നിങ്ങൾ ഇത്രയും കാലം CPM-നെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ നിങ്ങൾ അത് മൂർച്ച കൂട്ടി വരികയാണോ? അല്ലല്ല, ഞാൻ പറയുന്നൊരു വളരെ കൃത്യമായ കാര്യം മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ഉൾപ്പെടെ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നിങ്ങളുടെ പല മാധ്യമപ്രവർത്തകന്മാർക്കും ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ജനങ്ങൾക്കത് ബോധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു തെറ്റ് തിരുത്തും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ തെറ്റ് തിരുത്തി. അവർ പറഞ്ഞെന്താ, ലോക്കൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല, ഏത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ, അതിൽ ഞങ്ങൾ തോറ്റു. പക്ഷേ ആ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭയിൽ, അല്ലേ? പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ബൈ ഇലക്ഷനിലും ഈ പറയുന്ന എല്ലാ തെരഞ്ഞെടുപ്പിനകത്തും വലിയ രൂപത്തിൽ ജനവികാരം ഉണ്ട് എന്നും പാർട്ടിക്കകത്ത് ഞാൻ പറയുന്നത് കേൾക്കൂ ശ്രീമാൻ മാധു, പാർട്ടിക്കകത്ത് സ്വന്തം പാർട്ടി സഖാക്കൾ, ആ സഖാക്കളാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് ചെയ്തത്. 25ഉം 50ഉം ഓപ്പൺ വോട്ട് ചെയ്ത പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും തൃക്കരിപ്പൂരിലെയും പാർട്ടി കോട്ടകളെ സഖാക്കൾ കുത്തിയത് കൈപ്പത്തിക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം. 25ഉം 50ഉം അവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 25 വോട്ട് ചെയ്തിട്ടുണ്ട്, അത് കുഞ്ഞികൃഷ്ണനാണ് ചെയ്തത്. ഞങ്ങൾ 15 വോട്ട് മലപ്പട്ടത്ത് ചെയ്തിട്ടുണ്ട്, ആന്തൂർ ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾ ഗോവിന്ദ മാഷക്ക ചെയ്തത് എന്ന് പറയുന്ന സഖാക്കൾ, സ്വന്തം സഖാക്കൾക്ക് വിശ്വാസമില്ലാതെ പാർട്ടി നേതൃത്വമായി CPM അധപ്പതിച്ചു എന്നുള്ളതാണ്. പോലും കോൺഗ്രസിനാണ് കിട്ടിയത് എന്നുള്ളത് വളരെ കൗതുകമായ ഒരു ആരോപണമാണ്. ശ്രീ ഷാബു പ്രസാദ്, ആരുടെ വോട്ട് ബാങ്കിലാണ് താമര വിരിഞ്ഞത്? ഇത് ശരിക്ക് നമ്മളൊന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ CPM-ൻ്റെ വോട്ട് ബാങ്കിൽ തന്നെയാണ് ഇവിടെ വിള്ളൽ വീണ് അത് ഒരു വലിയൊരു പരിധി വരെ BJP-ക്ക് അനുകൂലമായി മാറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണത്. കാര്യം ഇവിടെ BJP ജയിച്ച മണ്ഡലങ്ങൾ നോക്കൂ. നേമം, ഇവിടെ പിന്നെ ചാത്തന്നൂര്, കഴക്കൂട്ടം, ഇത് മൂന്നും ഇടതുപക്ഷത്തിൻ്റെ, അത് 2 CPM-ൻ്റെയും 1 CPI-യുടെയും മണ്ഡലങ്ങളായിരുന്നു. ഒരു സമയത്ത് വളരെ ശക്തമായ പാർട്ടി കോട്ടകൾ തന്നെയായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും പറയട്ടെ. ആ മൂന്നിടത്തും 2ാം സ്ഥാനത്ത് ചെറിയ വോട്ടിന്റെ, ഈ BJP ജയിച്ച 3 മണ്ഡലത്തിലും ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ 2ാം സ്ഥാനത്ത് LDF-ഉം വലിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്ത് UDF-ഉമാണ്. അപ്പൊ ആരുടെ വോട്ടാണ് ചോർന്നത് എന്ന് താങ്കൾ സത്യസന്ധമായി കണക്ക് വെച്ച് പറയും. ശ്രീ ഷാബു പ്രസാദ്, ഓക്കെ, അല്ല ഞാൻ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് മിസ്റ്റർ മുസ്തഫ പറഞ്ഞത്. ഇവിടെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ശക്തമായ മണ്ഡലങ്ങളായിരുന്നു ഇവ. അതായത് BJP-ക്കുള്ള ഒരു വലിയ സൂചന കൂടിയാണത്.
ബി.ജെ.പിക്കുള്ള ഒരു വലിയ സൂചനയാണ്. കാരണം ഇനിയും വളരാൻ അവർ വളരാൻ ഇനിയുള്ള ഭാവി ഒരു മിനിറ്റ് ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ഈ CPM-ൻ്റെ കാര്യം CPM ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ കമ്പയർ ചെയ്യുന്നത് മാധു 2011 മമതാ ബാനർജിയുടെ വിജയമുണ്ടല്ലോ ഇവിടുത്തെ ബംഗാളിൽ സംഭവിച്ചത്. അതായത് പതിറ്റാണ്ടുകൾ നീണ്ട കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിന് വിരാമം ഇട്ടുകൊണ്ട് അവരെ പൂർണ്ണമായി തകർത്തുകൊണ്ട് നടത്തിയ ആ തെരഞ്ഞെടുപ്പ് പിന്നീട് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ CPM-ന് സാധിച്ചിട്ടില്ല. ഇതും ഏതാണ്ട് അതുപോലെയാണ്. കാര്യം പാർട്ടി കോട്ടകളാണ് തകർന്നു വീഴേണ്ടത്. CPM ഇതിനു മുമ്പും വലിയ തോൽവി അവർ നേരിട്ടിട്ടുണ്ട്. 2001-ലും 1977-ലുമൊക്കെ വൻ തോൽവി അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അവരുടെ ഈ പാർട്ടി കോട്ടകളുണ്ടല്ലോ ഇത് സുരക്ഷിതമായിരുന്നു. ഇന്ത്യയിലെ തന്നെ CPM-ൻ്റെ ഈ ചില രാമായണത്തിലൊക്കെ പറയുമല്ലോ ചില രാക്ഷസന്മാർ, ഞാൻ രാക്ഷസൻ ഉദ്ദേശിച്ച അങ്ങനെ പറഞ്ഞല്ല, ഒരു അലങ്കാരിയോട് പറഞ്ഞ ആ രാക്ഷസൻ്റെ ജീവൻ കാട്ടിലുള്ള ഏതോ ഒരു മരത്തിൻ്റെ പൊത്തിലെ വെച്ചിരിക്കുകയാണ്, അതിൽ നിന്നെടുക്കാതെ ആ രാക്ഷസനെ കൊല്ലാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇന്ത്യയിലെ CPM-ൻ്റെ ജീവൻ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി കോട്ടകളാണ്. ആ കോട്ടകളാണ് തകർന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് CPM-ന് ഈ ഒരു തകർച്ച തിരിച്ചു വരാൻ കഴിയുമോ എന്ന് നമുക്ക് സംശയമാണ്. കാര്യം ഇതിന് ശരി, എൻ്റെ സമയം പൂർണ്ണമായും പൂർത്തിയായതുകൊണ്ടാണ് കേട്ടോ. CP റാഷിദ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയണം, എന്താണ് ഇതിൻ്റെ പരിണതി? അതായത് പ്രതിപക്ഷ സ്വരത്തിലേക്ക് BJP കൂടുതൽ കടന്നു വരുമെന്നുള്ളതാണ് BJPയുടെ ആത്മവിശ്വാസം. ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എന്ന പയറ്റി പകുതി വഴിക്ക് ഒടിഞ്ഞു പോയൊരു ചുരുക്കം കൂടി അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇതിലൊരു പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലും ഇവിടെ ഈ നാട്ടിൽ പ്രതിപക്ഷ ബെഞ്ചിൽ 40-ൽ കുറഞ്ഞ അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ കുറേയേറെ തെരഞ്ഞെടുപ്പുകൾ ആ തരത്തിൽ 100-നടുത്ത് സീറ്റുകളോട് ഭരണപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം CPM നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് അതിൻ്റെ നേതൃനിരയിൽ അതിൻ്റേതായ പങ്ക് വഹിക്കാൻ പറ്റുന്ന ആളുകളില്ല എന്നുള്ളതാണ്. ജയിച്ചു വന്ന 35 അംഗങ്ങൾ മുൻകാലങ്ങളിൽ ഇരു മുന്നണികൾക്കും അതിനെ നയിക്കാൻ കപ്പാസിറ്റിയുള്ള ആളുകളുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ മാധു നമ്മൾ ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ ഇറാൻ്റെ യുദ്ധത്തിൽ തുടക്കത്തിൽ തന്നെ അതിൻ്റെ നേതൃനിരയിലുള്ള ആളുകൾ ഒന്നാകെ ഇല്ലാതായതുപോലെ ഈ പാർട്ടിയുടെ അകത്ത് നിന്ന് ഉള്ള വെട്ടലുകളും ഈ ജനവും ആഞ്ഞു വെട്ടിയപ്പോൾ ആ രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് പോലും ഇല്ലാതായി പോയിട്ടുണ്ട് CPM-ന്. അതൊക്കെ തിരുത്തി ഈ നാടിന് മുന്നിലേക്ക് രാഷ്ട്രീയം പറയേണ്ട ബാധ്യതയുണ്ട്. ഈ നാടിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമികയിൽ അങ്ങനെ പാടെ ബംഗാൾ പോലെ ത്രിപുര പോലെ ആ പാർട്ടി ഇല്ലാതാകില്ല. ഈ നാടിൻ്റെ മണ്ണിൽ ഈ നാടിൻ്റെ മനസ്സിൽ ആ തരത്തിലുള്ള ശക്തമായ തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. മാത്രമല്ല അങ്ങ് പറഞ്ഞ ഉദാഹരണം വളരെ കൃത്യമാണ്. അവിടെയാണ് 13 മന്ത്രിമാർ കടപുഴകി വീണത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.